സമ്മർ ചൂടുകാലത്ത് പ്രിവെന്റ് ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാറ്? വീട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഹീറ്റിനെയും ഹ്യൂമിഡിറ്റിയും ഡസ്റ്റിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മർ സീസണിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ വീട് വൃത്തിയാക്കി വെക്കാം. അപ്പൊ പിന്നെ റെസ്റ്റ് ഓഫ് ദി സമ്മർ സീസൺ നമുക്ക് വാം വെതർ ഒക്കെ എൻജോയ് ചെയ്ത് വീട്ടിലിരിക്കാൻ പറ്റും. എങ്ങനെ ഈ വേനൽക്കാലത്തിന് മുന്നേ ആയിട്ട് വീട് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഡസ്റ്റ് ആൻഡ് റിവേഴ്സ് സീലിംഗ് ഫാൻസ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ പൊടിയും വലിച്ചെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ് സീലിംഗ് ഫാൻസ്. അതേപോലെ തന്നെ വലിച്ചെടുത്ത് വെച്ചിട്ടുള്ള പൊടി എല്ലായിടത്തും പരത്തും ചെയ്യും. അതിലൂടെ നമുക്ക് ചുമ, തുമ്മൽ, ജലദോഷം പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് പിടിപെടും. അപ്പോൾ സീലിംഗ് ഫാൻ വൃത്തിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക്. സീലിംഗ് ഫാൻ വൃത്തിയാക്കാനുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് പില്ലോ കേസ് എടുത്തിട്ട് വൃത്തിയാക്കുക എന്നുള്ളത്. ഫാനിന്റെ ബ്ലേഡ്സിൽ പില്ലോ കേസ് ഇട്ട് വലിച്ചെടുക്കുമ്പോൾ പൊടി താഴെ ആവാതെ, അതും ഫ്ലോറിൽ ഫർണിച്ചറിലൊന്നും ആവാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ ക്ലീനിങ്ങിന് ശേഷം ബ്ലേഡ്സിനെ റിവേഴ്സ് ഡിറക്ഷനിൽ ഫിറ്റ് ചെയ്യാം. ഇത് വാം എയർ വലിച്ചെടുക്കുന്നതിന് പകരം കൂൾ എയർ വലിച്ചെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടിപ്പാണ് ക്ലീൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും വെക്കുമ്പോൾ തന്നെ നമ്മുടെ വീട് ഫ്രഷ് ആയിരിക്കും. ഫ്രിഡ്ജ് ഓരോ സെക്ഷൻസ് ആയിട്ട് ക്ലീൻ ചെയ്യാം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് റിമൂവ് ചെയ്യുക. ഫ്രിഡ്ജിന്റെ സർഫേസ് ഒക്കെ നന്നായി വൈപ്പ് ചെയ്യുക. റിമൂവബിൾ ആയിട്ടുള്ള ഷെൽഫും ഡ്രോയേഴ്സും ഒക്കെ എടുത്തിട്ട് നന്നായി വാഷ് ചെയ്ത് ഉണക്കി വൃത്തിയാക്കി വെക്കാം. പെട്ടെന്നൊന്നും കാണാത്ത മുക്കും മൂലയും ഒക്കെ തിരഞ്ഞു പിടിച്ച് ക്ലീൻ ചെയ്ത് വെക്കാം. അതായത് വിൻഡോസ്, സ്ക്രീൻസ്, പോർച്ച്, കബേർഡ്സ്, ഫ്രിഡ്ജ്, ടേബിൾസ് ഇതിന്റെയൊക്കെ അടിഭാഗങ്ങള് ഇങ്ങനെ പെട്ടെന്ന് കണ്ണെത്തിപ്പെടാത്ത മുക്കും മൂലയും ഒക്കെ കണ്ടുപിടിച്ച് നന്നായി ക്ലീൻ ചെയ്യാം. എന്നിട്ട് ഒരു ക്ലീൻ മോപ്പും കൊടുക്കാം. നെക്സ്റ്റ് വൺ ഈസ് എപ്പോഴും വാഷ് ചെയ്യാത്ത സോഫയുടെയും അതുപോലെ തന്നെ കുഷ്യൻസിന്റെയും ഒക്കെ കവേഴ്സ്, ടേബിൾ ഷീറ്റ്സ് ഇവയെല്ലാം എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. കിച്ചൺ ക്യാബിനറ്റ്സ് ക്ലീൻ ആക്കി വെക്കാം. ഡെയിലി നമ്മൾ തുറക്കുക അടയ്ക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് കിച്ചൺ ക്യാബിനറ്റ്സ്. നമ്മുടെ വെറ്റ് ഹാൻഡ്സ് കൊണ്ടും അതുപോലെ എന്തെങ്കിലും പൊടിയായിട്ടുള്ള കൈകളുകൊണ്ടും ഒക്കെ നമ്മൾ തുറക്കും അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ സമ്മറിന് മുന്നേ ആയിട്ട് അതിനൊക്കെ ഒരു വെറ്റ് ക്ലീൻ കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ഡ്രൈ ക്ലോത്ത് കൊണ്ട് തുടച്ചു വെക്കാം. നമ്മളെ തന്നെ ക്ലീൻ ചെയ്യുന്ന വാഷ്റൂം നന്നായി ക്ലീൻ ചെയ്ത് വെക്കാം. ഷവർ, ഹാൻഡ് ഷവർ, പൈപ്പ് ഇവയൊന്നും നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കാറുണ്ടാവില്ല. അപ്പോൾ ഈ സമ്മറിന് മുന്നേ ആയിട്ട് നന്നായി ക്ലീൻ ചെയ്ത് അതിലുള്ള അഴുക്കുകളൊക്കെ കളഞ്ഞു വെക്കാം. അതുപോലെ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിൽ വിനെഗർ സ്പ്രേ ചെയ്തുകൊണ്ട് മിറേഴ്സും സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഈസ് വാഷിംഗ് മെഷീൻ. വാഷിംഗ് മെഷീന്റെ ഫിൽറ്റേഴ്സും പൈപ്സും അതുപോലെയുള്ള ഏരിയാസ് ഒക്കെ നന്നായി ക്ലീൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഒരു ഡിറ്റർജന്റ് ഉപയോഗിച്ച് വാഷിംഗ് മെഷീൻ ഒരു എംപ്റ്റി വാഷും കൊടുക്കാം. AC, മൈക്രോവേവ് പോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവയും നന്നായി ക്ലീൻ ചെയ്ത് വെക്കാം. ആൻഡ് ഫൈനലി ജസ്റ്റ് എ റിമൈൻഡർ, ഈ സമ്മറിൽ ത്രൂ ഔട്ട് ഒരു ക്ലീൻ ഹോം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ക്ലീനിങ് റുട്ടീൻ ഉണ്ടാക്കുക. അതായത് ഡെയിലി സ്വീപ്പ് ചെയ്യുക, വീക്ക്ലി മോപ്പ് ചെയ്യുക, മന്ത്ലി ഡിസ്ഇൻഫെക്ഷൻ, അങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കാം. അപ്പോൾ വിഷ് യു ഓൾ എ ഹാപ്പി ആൻഡ് പീസ്ഫുൾ സമ്മർ.